Hi friends, welcome to M Sigma Gokulam's Core Career Hub series. ഈ കോർ കരിയർ ഹബ് സീരീസ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും നമ്മളെ സ്റ്റുഡൻസോ സബ്സ്ക്രൈബേഴ്സോ ഉണ്ടെങ്കിൽ ഞാനിവിടെ നമ്മളെ ലോഞ്ചിന്റെ കോർ കരിയർ ഹബിന്റെ ലോഞ്ചിന്റെ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ കോർ കരിയർ ഹബിലൂടെ നിങ്ങൾ ഓരോ കുട്ടികളെയും നിങ്ങളെ എഞ്ചിനീയറിംഗ് ജോബ് എന്ന ഡ്രീമിലോട്ട് കോർ ജോബ് എന്ന ഡ്രീമിലോട്ട് എത്തിക്കുന്നതിൽ ക്ലിയർ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് പോയിട്ട് കാണുക. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. സോ ഇന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് കമ്പനിയിലെ വേക്കൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ BHEL വെരി ഫേമസ് കമ്പനിയാണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ദേ ആർ, ഞാൻ ഇത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വൺ മോർ തിങ്, താഴെ കമന്റ് ബോക്സിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെയും ടെലിഗ്രാം ടെലിഗ്രാം ലിങ്ക് ടാഗ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതിലെല്ലാ നോട്ടിഫിക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ടാവും. പിന്നെ എന്ത് ഡൗട്ട്സും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് കൺഫ്യൂഷൻസ് നമ്മൾ ചോദിക്കുക. വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. ഓക്കെ, സോ BHELയുടെ ഈ എക്സാം എഞ്ചിനീയേഴ്സിന് എഴുതാൻ, ഡിപ്ലോമ ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക BTech ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന്റെ ആയിരിക്കും. അതായിരിക്കും കോമൺലി ഈ ഒരു ചാനൽ, ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ഈ എഞ്ചിനീയേഴ്സിന്റെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ആ കാര്യങ്ങളായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, BHEL ഈസ് എൻ ഇന്ത്യസ് പ്രീമിയർ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് എന്റർപ്രൈസസ്. അവർക്ക് തെർമൽ, ന്യൂക്ലിയർ, ഹൈഡ്രോ, സോളാർ പവർ ജനറേഷൻ, അതുകൂടാതെ അതിന്റെ ട്രാൻസ്മിഷൻ, പിന്നെ ഡിഫൻസ്, എയറോസ്പേസ്, ഏരിയൽ ട്രാൻസ്പോർട്ടേഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇ മൊബിലിറ്റി, ഇതൊക്കെയാണ് സെക്ടേഴ്സ് വരുന്നത് ബെല്ലിൽ. സോ നിങ്ങൾക്കറിയാം ഇതൊക്കെ വരുന്നുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെറ്റലർജി, ഈ ഒരു BTech വിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ഒബ്വിയസ്ലി ഈ ട്രേഡിൽ വരുന്ന BTech സ്റ്റുഡൻസിന് അല്ലെ ഇപ്പൊ ഫൈനൽ ഇയർ പഠിക്കുന്ന അല്ലെ പാസ് ഔട്ട് ആയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഏതൊക്കെ ട്രേഡ്സ് ആണെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. റിക്രൂട്ട്മെന്റ് ഓഫ് 150 എഞ്ചിനീയർ ട്രെയിനീസ്. ഏതൊക്കെ ഡിസിപ്ലിനിലാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ, മെറ്റലർജി. ടോട്ടല് അറൌണ്ട് 150 പോസ്റ്റ് ഉണ്ട്. പക്ഷെ അത് ജനറൽ കാറ്റഗറി, EWS, എക്കണോമിക്കലി വീക്കർ, പിന്നെ OBC, SC, ST, അങ്ങനെ ഓരോന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ജനറൽ 60. ഇത് നിങ്ങൾ ഈ ടേബിൾ നോക്കി വായിച്ചിരുന്നാൽ മതി. ഞാൻ അത്ര ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിൽ പറയുന്നത് കാരണം നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഡ്യൂട്ടി. ഓക്കെ, സോ ഇത് ഡിപ്ലോമയുടെ ആണ്, ബട്ട് സ്റ്റിൽ വിൽ ഷെയർ. നിങ്ങൾ ഡിപ്ലോമക്കാർ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലുക്ക് ഇൻ ടു ദ PDF. ഓക്കെ, സോ നമ്മൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്ന് കണ്ടു. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം, അതിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ ഇനി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് BTech കണ്ടോ, ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി, ഫുൾ ടൈം ഡിഗ്രി ഉള്ള കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബട്ട് സ്റ്റിൽ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. But still I'll read for you. Candidates who are in the final year semester of qualifying degree shall also be eligible. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഏപ്രിൽ ഇവരുടെ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന്റെ മുന്നേ, ഇന്റർവ്യൂ അല്ല, എക്സാമിന് വിളിക്കുന്നതിന്റെ മുന്നേ യു ഷുഡ് ഹാവ് യുവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് വിത്ത് യു. സോ ഫൈനൽ ഇയറിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ബാക്കി ചില ഡിസിപ്ലിൻസ് അപ്ലൈ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നില്ല. സോ BTech സ്റ്റുഡൻസ് പ്ലീസ് ഡു അപ്ലൈ. ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി വരുന്ന എല്ലാ ആളുകളും അപ്ലൈ ചെയ്യാം. ഓക്കെ, ആൻഡ് ദർ ഈസ് എൻ അപ്പർ ഏജ് ലിമിറ്റ് 27 ഇയേഴ്സ് ആയിരിക്കണം. 27, അതായത് ബോൺ ആഫ്റ്റർ 1 February 1998 അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അപ്പർ ഏജ് 27 ആണ്, മാക്സിമം 27. അതിന്റെ താഴെയുള്ളവർക്ക് BTech ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ BTech ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ഓൾസോ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എനിവൺ if you have went for MTech or MBA, നിങ്ങൾക്ക് 2 year ഏജ് റിലാക്സേഷൻ, അപ്പോൾ 29 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാം. അത് ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇതാ ബേസിക് പേ സ്കെയിലാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടായിരിക്കും ആദ്യം നിങ്ങൾ എടുക്കുന്നുണ്ട്. ആ ട്രെയിനി ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ബേസിക് പേ 50,000 ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ 1 year ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയർ ആയിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ, എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളെ സാലറി സ്കെയിൽ 60,000 to 1.8 lakhs ആണ്. ഓൾമോസ്റ്റ് നിങ്ങളെ കയ്യിൽ CTC 12 lakhs, 1 lakh per month എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾക്ക് കിട്ടും. CTC 12 LPA നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ബേസിക് പേ പ്ലസ് അതിന്റെ കൂടെ ഡിയറൻസ് അലവൻസ് അതൊക്കെ ഉണ്ടാവും, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് അപ്ലിക്കേഷൻ ഫീസ് ആണ്. ശ്രദ്ധിക്കുക,
ജനറൽ കാറ്റഗറി EWS OBCയിൽ പെടുന്നവർക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസായിട്ട് 600 രൂപയും 600 റുപ്പീസും, പ്രോസസിംഗ് ഫീ ഒരു 400 പ്ലസ് GST, അതായത് ടോട്ടൽ 1072 ആയിരിക്കും നിങ്ങളെ അപ്ലിക്കേഷൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് വരുന്നുണ്ടാവുക. ആൻഡ് ഫോർ ദ അതർ കാറ്റഗറി SC ST PWD എക്സ് സർവീസ്മെൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫീസ് ഇല്ല, 0 എക്സാമിനേഷൻ ഫീസ് ആണ്. ഹവർ യു വിൽ ഹാവ് ടു പേ ദ പ്രോസസിംഗ് ഫീ ഓഫ് 400 പ്ലസ് GST, അതായത് 472 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എല്ലാ ആളുകളും അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം അത്രയും പോസ്റ്റ് ഉണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ നോക്കേണ്ടത് ഡേറ്റ്സ് ആണ്. സി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് 1 ഫെബ്രുവരിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കും 14th ഫെബ്രുവരി ആണ്. 1 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് 28th ഫെബ്രുവരി ആണ്. 28 ഫെബ്രുവരിയിൽ ക്ലോസ് ചെയ്യും. ആൻഡ് ആരും ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കരുത്. ബിക്കോസ് ദ തിങ് ഈസ് ദാറ്റ് ലാസ്റ്റ് മൊമെന്റിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, സൈറ്റ് ഡൗണോ അങ്ങനെ കുറേ ഇഷ്യൂസ് വരും. സോ നിങ്ങൾ ഇന്ന് എപ്പോഴാണോ ഫെബ്രുവരി 28th മുന്നേ എപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഡോണ്ട് വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ഡേ. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് വേണം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ആൻഡ് ഇതിൽ പറയുന്നുണ്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 11th 12th ആൻഡ് 13th April ആണ്. ടെൻറ്റേറ്റീവ് ആണ്. എന്തായാലും നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഒരു ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദി സിലബസ്, ഈ എക്സാമിന്റെ സിലബസ് ഒക്കെ എന്ന് വെച്ചാൽ ഗേറ്റിന്റെ സിലബസിന്റെ അതിൽ വരുന്നൊരു സബ്സെറ്റ് ആയിരിക്കും. അതിനേക്കാൾ അത്ര ടഫ്നെസ് ആയിരിക്കും, അതിനേക്കാട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നമ്മളെ വാട്സപ്പ്, ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഗോ join the community. Whatever help, ask us, we'll be very happy to help you. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആയി കഴിഞ്ഞാൽ ഇതിന് കഴിഞ്ഞ് നിങ്ങൾക്ക് സെലക്ടഡ് ആയി ഇന്റർവ്യൂ പ്രോസസ് ആയി കഴിഞ്ഞാൽ വി ഹാവ് ദാറ്റ് ടീച്ചിങ് ടീം വിത്ത് യു. വി ഹാവ് എ വെരി ബിഗ് ടീം who is capable of helping you in your interviews. So ഇന്റർവ്യൂ ടൈമിനും we are ready to help you. Okay, so എന്തുണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു.